എന്താണ് ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം? ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം എന്താ മക്കളെ? ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പൊ ഞാൻ ചോദ്യം എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ചോദ്യം എഴുതുവാണെങ്കിൽ 5/7 അല്ലേ ഡിവൈഡഡ് ബൈ 2/3 ഇതല്ലേ മക്കളെ ആദ്യം കിടക്കുന്നേ? 5/7 ഡിവൈഡഡ് ബൈ 2/3 ഇതല്ലേ ആദ്യം കിടക്കുന്നേ? ആണ്. ഹരിക്കാനുള്ള നിയമം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമത് കിടക്കുന്ന സംഖ്യേനെ, ഇതല്ലേ രണ്ടാമത് കിടക്കുന്ന സംഖ്യ, രണ്ടാമത് കിടക്കുന്ന സംഖ്യേനെ തിരിച്ചിടുക എന്നിട്ട് ഗുണിക്കുക. അതാണ് ഹരിക്കാനുള്ള നിയമം. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ചോ, ആദ്യത്തെ സംഖ്യ 5/7 അല്ലേ, ഞാൻ അത് അങ്ങനെ തന്നെ എഴുതി. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് രണ്ടാമത്തെ സംഖ്യ 2/3 ആണ്, അതിനെ തിരിച്ചിട്ടു 3/2 എന്നിട്ട് ഗുണിച്ചു. അപ്പൊ രണ്ടാമത്തേതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. ഇനി ഗുണിക്കാനുള്ള നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം. നേരെ നേരെ ഗുണിച്ചാൽ പോലെ. വെട്ടി ചെറുതാക്കാൻ പറ്റുമോ നോക്കണം. വെട്ടി ചെറുതാക്കാൻ പറ്റുന്നൊന്നുമില്ല. അപ്പൊ നേരെ നേരെ ഗുണിച്ചാൽ ഉത്തരം കിട്ടും. ഇതും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 15 കിട്ടും മുകളിൽ അല്ലെ. ഡിവൈഡഡ് ബൈ ഇതും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 14 കിട്ടും. ശരിയാണോ മക്കളെ? 15 ഡിവൈഡഡ് ബൈ 14 എന്നതാണ് ആൻസർ. അപ്പൊ എന്താണ് ഭിന്നസംഖ്യയിൽ ഹരിക്കാനുള്ള നിയമം? രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. ഓക്കെ. ഇനി ചിലപ്പം നമ്മൾ ഇതേ ചോദ്യം തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ മേലെ, 5/7 ഡിവൈഡഡ് ബൈ 2/3 എന്ന് എഴുതാൻ മേലെ അല്ലെ. ഇങ്ങനെ വരാൻ മേലെ രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാൻ ആണോ? ഇങ്ങനെ വന്നാൽ താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പഠിക്കാം. അപ്പം ഈ ഒരു ഫോർമാറ്റിൽ ആ ചോദ്യം വരുന്നെങ്കിൽ രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. ഈ ഒരു ഫോർമാറ്റിൽ ആ ചോദ്യം വരുന്നെങ്കിൽ താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.